മാനാഞ്ചിറയിൽ PWD നടത്തിവരുന്ന റോഡ് നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കൊമ്പത്തുകടവിൽ കടവ് സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണം നടത്തി. കൊമ്പത്തുകടവ് ജംഗ്ഷനിലെ 3 റോഡുകൾ ബന്ധിക്കുന്ന കാലപ്പഴക്കം വന്ന കലുങ്ക് അടക്കം വേണ്ടത്ര മറുകലുങ്കുകളും ഡ്രെയിനേജുകളും നിർമ്മിച്ച് റോഡ് സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. ഏറ്റവും പ്രധാനമായിട്ട് കൊമ്പത്തുകടവ് ജംഗ്ഷനിൽ മാളയ്ക്കും കൊടുങ്ങല്ലൂർക്കും ചാലക്കുടിക്കും തിരിയുന്ന റോട്ടിലെ അതിപ്രധാനമായ ഒരു കലങ്ക്, ആ കലങ്കിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെടുന്ന പരാതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരാതി. അപ്പോൾ ഈ കൊമ്പത്തുകടവിലെ മുഴുവൻ ആളുകൾ ഈ റോഡിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെടുന്നൊരു കാര്യമാണ് ഈ പ്രധാനപ്പെട്ട കലങ്ക് പൊളിച്ച് വീണ്ടും നവീന രീതിയിൽ പണിയുക എന്ന ആവശ്യമാണ് ഈ കാര്യത്തിൽ ഉന്നയിക്കാനുള്ളത്. കാരണം ഈ കലങ്കിലേക്കാണ് 200 മീറ്റർ അകലെ നിന്നുള്ള ഈ ചാലുകളിൽ കൂടി മഴ അതിശക്തമായി കുത്തിയൊലിച്ച് വരുന്നതാണ്. അപ്പോൾ ഈ വെള്ളം ഇവിടുന്ന് ഈ കലങ്കിൽ കൂടി കടന്ന് ഓപ്പോസിറ്റ് തോട്ടിൽ ചെന്നിട്ട് അവിടെ നിന്ന് കൊമ്പത്തുകടവ് പുഴയിലേക്കാണ് ഇത് ഒഴുകിപ്പോകുന്നത്. അങ്ങനെ ഒഴുകിപ്പോയാൽ മാത്രമേ ഈ ഇവിടെ കെട്ടി നിൽക്കുന്ന വെള്ളം മുഴുവനായി ഇവിടെ നിന്ന് റോഡിന് പരിക്കുകളും അതുപോലെ തന്നെ അതിന് ഈടും നൽകുന്ന രീതിയിൽ ഈ വെള്ളം ഈ പറയുന്ന സ്ഥലത്തേക്ക് എത്തിയുള്ളൂ. അപ്പോൾ അത് കോൺട്രാക്ടറുമായിട്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ബന്ധപ്പെട്ടതാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഇത് കൊമ്പത്തുകടവിലെ ആൾക്കാർക്ക് ആർക്കും പരാതി ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങളത് ചെയ്യാതിരുന്നത് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് കൂടിയാണ്. അപ്പോൾ കോൺട്രാക്ടറുടെ ആവശ്യപ്രകാരമാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് നമ്മുടെ മാളയുടെ കണ്ണാടിയായിട്ടുള്ള ലൈം ലൈക്കിൻ്റെ മുന്നിൽ ഞങ്ങൾ വന്നു നിൽക്കുക. അങ്ങനെയാണ് കോൺട്രാക്ടർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പിന്നെ കോൺട്രാക്ടർ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് ഞങ്ങളിവിടെ പറയുന്നില്ല. ഇത് മാത്രമല്ല, ഞങ്ങൾക്ക് ഈ റോഡുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഇവിടെ നിന്ന് 400 മീറ്റർ അകലെ പോയി കഴിഞ്ഞാൽ കോളനിയിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളം, ആ വെള്ളം നിലവിൽ ഇവർ നിർമ്മിച്ചു പോകുന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ ആ റോട്ടിലെ വെള്ളം ഒഴുകി പോകുവാൻ യാതൊരു സൗകര്യങ്ങളും റോഡ് നിർമ്മാണത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ 100 മീറ്റർ കഴിഞ്ഞാൽ തങ്കപ്പൂ നഗർ എത്തുന്നതിന് മുമ്പ് പുതിയ കലങ്ക് പണിതിട്ടുണ്ട്. പക്ഷേ 100 മീറ്റർ തെക്ക് നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം ഒഴുകുവാനുള്ള ഡ്രൈനേജ് ഇല്ലാതെയാണ് അവിടെയും കലങ്കുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അവിടെ സംഭവിക്കാൻ പോകുന്നതോ, ഒരു 50 വർഷക്കാലത്തേക്ക് മുന്നിൽ കണ്ട് നിർമ്മിക്കുന്ന ഈ റോഡ് വെള്ളം കെട്ടി റോഡ് ഒരു 1-2 വർഷത്തിനുള്ളിൽ നശിച്ചു പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അത് കഴിഞ്ഞാൽ തങ്കപ്പൂ നഗറിൽ ചെല്ലുമ്പോൾ തങ്കപ്പൂ നഗറിൽ നിന്നൊരു 20 മീറ്റർ അകലേക്ക് പറഞ്ഞ് തോട്ടിലേക്ക് വെള്ളം എത്തണമെങ്കിൽ തങ്കപ്പൂ നഗറിൽ കോളനിയിൽ നിന്നെത്തുന്ന റോഡിൻ്റെ ക്രോസ് ചെയ്ത് കലങ്ക് പണിതാൽ മാത്രമേ തങ്കപ്പൂ നഗറിലേക്ക് എത്തുന്ന വെള്ളം അവിടെ കാര്യെഴുത്ത് രാമകൃഷ്ണേട്ടൻ എന്ന് പറയുന്ന ആളുടെ ആ വീടിൻ്റെ മുന്നിലുള്ള കാനയിൽ കൂടി കിഴക്കോട്ടൊഴുകി പാടത്തേക്ക് പോകുള്ളൂ. അപ്പോൾ അവിടെയും അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനമാണ് അവിടെ നടന്നിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെയും പോകുമ്പോൾ കുപ്പം ബസാറിൽ കിഴക്ക് നിന്ന് വെള്ളം ഒഴുകിയെത്തുന്നത് ഇപ്പോഴും എവിടേക്കാണ് ഒഴുകിപ്പോകേണ്ടതെന്ന് ഈ നിർമ്മാണ പ്രവർത്തനത്തിൽ സൂചിപ്പിച്ചതായിട്ട് കാണുന്നില്ല. അത് കഴിഞ്ഞാൽ വെള്ളൂര് പാൽ സൊസൈറ്റി കഴിഞ്ഞാൽ കുത്തനെയുള്ള ഇറക്കത്തിൽ വെള്ളം ഒഴുകിക്കഴിഞ്ഞാൽ അവിടെ നിലവിൽ ഹൈസ്കൂളിൻ്റെ തെക്ക് ഭാഗത്തുള്ള കലങ്കിലേക്ക് എത്താനുള്ള ഡ്രൈനേജ് ഇല്ല. അപ്പോൾ അവിടെയും ഈ അശാസ്ത്രീയമായ നിർമ്മാണം കൊണ്ട് റോഡിൻ്റെ സുരക്ഷ അപകടത്തിലാണ്. അങ്ങനെ നിരവധി കാര്യങ്ങൾ. അവസാനമായിട്ട് സൂചിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സദനത്തിൻ്റെ മൂലയ്ക്ക് കലങ്ക് ഇടത് ഭാഗത്തായിട്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു ഭാഗം മാത്രമേ കലങ്ക് പണിതിട്ടുള്ളൂ. ആ കലങ്ക് പകുതി പണിയാത്തതുകൊണ്ട് അവിടെയും വെള്ളക്കെട്ടും റോഡും പൊളിഞ്ഞു പോവുകയാണ്. അങ്ങനെ ഈ റോഡുമായി ബന്ധപ്പെടുന്ന സുരക്ഷയിൽ ബഹുമാനപ്പെട്ട MLAയും ബന്ധപ്പെട്ട AEയും അതുപോലെ തന്നെ കോൺട്രാക്ടറും അതിസൂക്ഷ്മമായി ഇടപെട്ട് ഇതിലെ അപാകതകൾ പരിഹരിക്കണമെന്ന് മാത്രം ഈ കൊമ്പത്തുകടവിലെ നിവാസികൾക്കും പുത്തൻചിറയിലെ പൊതുസമൂഹത്തിനു വേണ്ടി ആവശ്യപ്പെടുകയാണ്. അഡ്വക്കേറ്റ് CK രാധാകൃഷ്ണൻ, ഭരതൻ പിള്ള, സാമുക്കുട്ടൻ, രതീഷ്, KT അഖിലേശ്വരൻ, സലീഷ്, സുഷമൻ, TK സതീശൻ, മുരളി, തോമസ് എന്നിവർ പങ്കെടുത്തു. Demac Interiors, Kakinad, Cochin. We do all types of interior works of houses, villas, shops, beauty parlors, offices, etc. beautifully and attractively. Bedroom sets,
cupboards, children's beds, gypsum ceiling works, wallpaper, water wall, modular kitchen, etc. are done in a modern and beautiful way with foreign experience. And we also ensure your long-lasting satisfaction through our unique service. Our new branch is open at Chirvalur, Koratti. Phone number 9947 828956.